ഭാഗ്യമുള്ളവർ, അതിൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നവർ അവര് നടപ്പ് വ്യത്യസ്തതകളായിരിക്കും. അവര് ഇരിപ്പ് വ്യത്യസ്ത നമ്മുടെ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് ശരിയാണ്. ദൈവരാജ്യം ഇരിക്കുന്നത് ഇതിനപ്പുറത്ത് നിത്യതയുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. ദൈവാത്മാവിനാലും കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് മുമ്പേ ഈ ലോകത്തിൽ ആത്മാവിൽ നമ്മൾ ദൈവരാജ്യം ഇരിക്കുന്ന വ്യക്തികളാണ്. കർത്താവ് പഠിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്താൽ അതിന്റെ മേൽ ജയം തരും. ഇതാ കർത്താവ് പറഞ്ഞത്. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരാണ്, നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണ്. ഒരു രോഗം വരുമ്പോൾ ഒരു മാറ്റമില്ലാതെ കേൾപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നശിച്ചു പോകാൻ നഷ്ടപ്പെട്ടു പോകാൻ നമ്മുടെ കയ്യില് ഒരു കിരീടമായിട്ട് കാണണം. Let it be a blessing and with much seriousness. Drink from it. Let it be a blessing altogether. Hallelujah. നമുക്ക് ഒന്നിച്ച് കേൾക്കുന്നവർക്ക് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ സുവിശേഷം അവതരിപ്പിക്കുന്നതാണ്. അത് നിരപ്പ് പ്രാപിക്കാതെ ദൈവത്തോട് സ്നേഹം അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെക്ഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 സെക്ഷൻ കടന്നു വരികയും ത്യാഗത്തോടെ ദൈവത്തിന്റെ വചനങ്ങൾ സ്തോത്രം. നമ്മുടെ സഭയിൽ കടന്നതിനേക്കാൾ അധികമായി മറ്റ് സെക്ഷനിൽ ധാരാളം പേര് വെളിയിൽ നിന്നാണ് കടന്നു വന്നത്. അവരെയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വാക്കോടിരിക്കുമാറാകട്ടെ. They rise against me, but I will hold my ground. I will not fear the war, I will not fear the storm. My help is on the way, my help is on the way. Oh my God, He will not delay. My refuge and strength always. I will not fear, His promise is true. My God will come through always, always. Trouble surround me, chaos abounding. My soul will rest in You. I will not fear the war, I will not fear the storm. My help is on the way, my help is on the way. Oh my God, He will not delay. My refuge and strength always. I will not fear, His promise is true. My God will come through always, always. I lift my eyes up
പച്ചായ്പ് വർഗീസ് നമുക്കറിയാം, ലൈനിലൊക്കെയും ധാരാളമായിട്ട് കേൾക്കുന്നതാണ്. കർത്താവദാസൻ പഠിപ്പിക്കുന്ന വിഷയം ദൈവരാജ്യത്തിൽ എങ്ങനെ ഫംഗ്ഷൻ ആക്കാവുന്ന വിഷയങ്ങൾ നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 സെഷൻ, ഇന്നലമായിട്ട് പിന്നെ പൊതുയോഗം പോലെയായിരുന്നു, എങ്കിലും അതിനു മുമ്പുള്ള 3 സെഷനിൽ വളരെ ശക്തമായിട്ട് ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ ദൈവരാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ how can we minister in the kingdom of God? The Lord has given some authority to minister to ourselves, not to trust in the men or anyone else, but the Spirit of God has anointed us to do a certain thing. He elaborately spoke to us today morning, just a few minutes, then we had to go to the Lord's table, but He will minister us. ഇംഗ്ലീഷിൽ കൂടെ എനിക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ട്രാൻസ്ലേറ്റ് പറ്റില്ല. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി മാത്രമാണ് ഇപ്രാവശ്യം കടന്നു വന്നതെങ്കിൽ കർത്താവ് സഹായിക്കട്ടെ, കർത്താവിന്റെ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്ന് പകൽക്കാലം ഞാനിവിടെ കടന്നു വരുമെന്നോ നിങ്ങളോട് ഇവിടെ ശുശ്രൂഷിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചതല്ല. ഈ ദേവദാസനെ ഞാൻ ഇവിടെ വന്നാണ് കാണുന്നത്. കർത്താവദാസൻ എന്നെ ക്ഷണിച്ചതിനും ഈ സഭയ്ക്കും ഞാൻ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവദാസന്മാർക്കും വിശുദ്ധ സഭയ്ക്കും ഈ ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസനും എന്റെ സ്നേഹത്തെ വീണ്ടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. In the name of Lord Jesus Christ, I'm going to give you little clips about how to enter in the rest. Today, ഇന്ന് രാവിലെ കാലം സംസാരിച്ച സങ്കീർത്തനത്തിനകത്ത് നിന്ന് മാത്രം എങ്ങനെയാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത്. ഇത് കർത്താവ് പറഞ്ഞു, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് എന്ത് ചെയ്തു? സത്യം ചെയ്തു. അതുകൊണ്ട് പുതിയ നിയമം എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എബ്രായ ലേഖനം 3-ാം അധ്യായം ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ വായിച്ചോട്ടെ. 8-ാമത്തെ വാക്യം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവമക്കളെ, അടുത്തിരിക്കുന്ന ആളോട് പറയാം, നിന്റെ ഹൃദയം കഠിനമാക്കരുത് പറഞ്ഞാണ്. അന്ന് അവർ കഠിനമാക്കി, അവർ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. ഇന്ന് അനേകർ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സ്വസ്ഥത? അടുത്തിരിക്കുന്ന എന്താ ഈ സ്വസ്ഥത? ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെസ്റ്റ്. കർത്താവ് 6 ദിവസം വേല ചെയ്തു, 7-ാം ദിവസം എന്ത് ചെയ്തു? ഈ സ്വസ്ഥതയെ പ്രവേശിക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. You have to get in the Sabbath. Sabbath meaning you have to get in the rest. ഇന്ന് ശാബത്ത് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, you have to get in the rest. അടുത്ത you have to get in the rest. How can I get in the rest? നിങ്ങളെ റെസ്റ്റിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് മാത്രം ഒന്ന് കാണിച്ചു തരാം. ഹല്ലേലൂയ. അത് തന്നെ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് എന്റെ ക്രോധത്തിൽ ഞാൻ സത്യം ചെയ്തു. എന്നിട്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്. അപ്പൊ നമ്മളും ഈ ദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരു ദിവസം വെറുതെടുത്താൽ മതി, എത്ര വർഷം പോകും? 1 വർഷം പോകും. അവർ 1 വർഷം വെറുതെടുത്തു, 1 വർഷം പോയി. അപ്പം അവർ 40 ദിവസം വെറുതെടുത്തപ്പോ എത്ര വർഷം പോയി? നിങ്ങൾക്ക് 40 വർഷം ഉണ്ടോ? എനിക്കില്ലാത്തത്. ഞാൻ 96-ലാണ് രക്ഷിക്കപ്പെട്ടത്. 44 വയസ്സുള്ളതാണ് രക്ഷിക്കപ്പെട്ടത്. ഇനി ഞാൻ 40 വർഷം കൂടി ഇരിക്കണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി പിന്നെ അതിന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ളവരെല്ലാം പുറത്തോളിരുന്നോളി.
ഓരോ വർഷം വീതം നിങ്ങളെ നശിപ്പിച്ച് കളയാതിരിക്കണമെന്നുണ്ടെങ്കിൽ you want to get in the rest. If you want to lose 1 year, if you say one day, if you murmur against anybody, anything against God, if you murmur against God, one day you are losing 1 year. If now you sing a song and say, if one day in the court, more than that, oh my God, that's going to be 1,000 years. You don't want 1,000 years. Count about 1 year. 1000 വർഷം കൗണ്ട് ചെയ്യേണ്ട, ഒരു വർഷം ഒന്ന് കൗണ്ട് ചെയ്താൽ മതി. നിന്റെ സന്നിധിയിൽ ഒരു ദിവസം കഴിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ 1000 ദിവസം കഴിക്കുന്നതിന് ഉത്തമമാണ്. ദാവീദ് പാടി, എന്നാൽ കർത്താവ് പറഞ്ഞു 1000 വർഷമല്ല പറഞ്ഞിരിക്കുന്നത്, നീ ഒരു ദിവസം എനിക്ക് വിരോധമായി പിറുപിറുത്തു, അതുകൊണ്ട് നിന്റെ ഒരു വർഷം പോയി കിട്ടി. ഇന്ന് ദൈവമകൻ കേട്ടാ കർത്താവിനെ പരാജയം പറ്റിയേക്കുന്നത്. എവിടെയാ പരാജയം പറ്റിയേക്കുന്നത്? ദൈവമകളെ, we have to be very careful. Very careful. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വിവേചനം സംസാരിക്കുന്ന ആളല്ല. കർത്താവിന്റെ അടുക്കൽ നിന്ന് പ്രാപിച്ചതാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, എനിക്ക് തിയോളജി അറിയത്തില്ല. എനിക്കറിയാവുന്ന തിയോളജി എന്നറിയാമോ? എനിക്ക് കർത്താവിന്റെ തിയോളജി അറിയാം. ഇന്ന് ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജീവിച്ച് ഡെമോക്രസി ചർച്ചിൽ സ്ഥാപിക്കാൻ തീരുമാനമെടുത്താൽ ദൈവസഭയെ നിനക്ക് ജീവിതത്തിൽ പരാജയമേ വരികയുള്ളൂ. ഈ തിയോക്രസിയിലേക്ക് മടങ്ങി വരണം. You want to come back to the theocracy, not the democracy. ദൈവം ജനാധിപത്യത്തിന്റെ ദൈവമല്ല, അവൻ ഏകാധിപത്യമാണ്. Praise the Lord. അവൻ രാജാവി രാജാവാണ്, അവൻ കർത്താവി കർത്താവാണ്, അവൻ ദൈവമാണ്. അവന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ദൈവസഭയാണ് ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. Praise the Lord. ഇന്ന് ദൈവസഭയിൽ നടക്കുന്ന ഡ്രാമ നമുക്ക് വേണ്ട. ദൈവവേദന നമുക്ക് വേണ്ട. ഞാനിന്ന് പോയി പാർത്ത ജീവിത വീടെന്താണെന്ന് അറിയാമോ? നിങ്ങൾ ആരും കണ്ടാൽ എപ്പോഴും എന്തൊരു കഷ്ടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടം കാണാൻ അതുപോലെ നടന്നു പോകണം. You have to go there and see how they are suffering. ദൈവവേദന നമുക്ക് റസ്റ്റിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. എനിക്ക് $1,00,000 വേണം. എന്നെ പറയാണ്, എനിക്ക് $1,00,000 വേണം. എന്നെ ഉറക്കെ പറ, എനിക്ക് വേണം പറ. എന്റെ കാര്യം പറഞ്ഞോ, ഉറക്കെ പറ. $1,00,000 വേണം. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ പേടിയാ പറയാനും. എനിക്ക് $1,00,000 തരാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്കത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി വേണം. എന്ന് വേണം? 15 വേണം. ഞാനിവിടെ ഇരിക്കുന്ന മിക്കവാറും അച്ചായന്മാരും ഭാഷന്മാരോടും ഒക്കെ ചോദിച്ചു, ഈ ഓഗസ്റ്റ് 5 ആയി കഴിഞ്ഞു, എനിക്ക് 15-ാം തീയതിക്ക് പൈസ വേണം, നിങ്ങൾ എന്നെ സഹായിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഉപാധി പറഞ്ഞു. ഒടുവിൽ പറഞ്ഞ് പാസ്റ്റർ ജേക്കബ് ജോർജിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. കർത്താവദാസൻ പറഞ്ഞു, എന്താ വേണ്ടത്? എന്ത് വേണം? ഓഗസ്റ്റ് 15-ാം തീയതി വേണം. അപ്പൊ കർത്താവദാസൻ പറഞ്ഞു, അത് സാരമില്ല, ഞാൻ 9-ാം തീയതി വീട്ടിൽ വന്നിട്ട് പൈസ വാങ്ങിച്ചു നോക്കണം. എത്രാം തീയതി? എന്നത്തെ കാര്യം വേണ്ടി? ഓക്കെ, 15-ാം തീയതി കാര്യം നടക്കണം. ഇതുവരെ നിങ്ങൾ എന്നെ കണ്ടതെന്ന് പറഞ്ഞു. വെപ്രാളം വിളിച്ചിട്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ വെപ്രാളം വിളിച്ച് നടക്കുന്നതല്ലേ എന്നെ കണ്ടത്. ഇപ്പൊ എങ്ങനെ എന്നെ കാണുന്നത്? വളരെ കൂളായി നടക്കുക. എന്തു അനുഭവിച്ച വിഷയം? കാരണം എനിക്ക് തരാമെന്ന് പറഞ്ഞു. എനിക്കാരും തരാമെന്ന് പറഞ്ഞു. എനിക്ക് ജേക്കബ് ജോർജ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിക്കാം, അത് കിട്ടുമെന്ന് പറഞ്ഞ ഉറപ്പുണ്ട്. അതാ നമ്മുടെ മലയാളികളുടെ പിന്നെ കുഴപ്പമാണ്. അത് നല്ല ഉറപ്പുണ്ടോ? അത് നീ കുറ്റി അടിച്ച് ഉറപ്പിക്കാതൊന്നും പോകണ്ട. അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞു, എന്റെ അടി
അടിപ്പിടരാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു നോക്കിയിട്ട് പറയുകയാണ്, യഹോവയായ ദൈവം, പിതാവായ ദൈവം നിന്റെ മകളെ എന്റെ മകന്റെ അടിപ്പിടരാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Praise the Lord. Then you get into the rest. ആരെന്ത് വയ്യാതെ പറയണം, അയ്യോ എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ട്? ഡോക്ടർ എന്താ പറഞ്ഞത്? എന്റെ കർത്താവ് പറഞ്ഞു അവന്റെ അടിപ്പിടരാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എങ്ങനെയാ ഇതിന്റെ കുഞ്ഞിന്റെ കാര്യം? എന്റെ കർത്താവ് പറഞ്ഞു എന്റെ മകന്റെ വിവാഹം അവൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല എന്ന്. എന്റെ കർത്താവ് പറഞ്ഞു എനിക്ക് വേണ്ടി വാദം തുറന്നിരിക്കുന്നു എന്ന്. അവൻ ദാവീദിന്റെ താക്കോലുള്ളവനാണ്. അവൻ തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. And you get into the rest. ദൈവങ്ങളെ, ഈ റെസ്റ്റ് കയറാൻ പഠിക്കണം. എങ്ങനെയാണ് ഞാൻ കരുതുന്നത്? ഞാനൊരു പ്രത്യേക വിശ്വാസക്കാരൻ. എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ സൗദി അറേബ്യയിലായിരുന്നു യാക്കോബക്കാരൻ. ഞാൻ എവിടെ പോയാലും ബൈബിൾ കൊണ്ടുപോകും. അപ്പോൾ കല്യാണം കഴിച്ച് അതിന് 2 വർഷമായിട്ടുള്ളൂ. പെട്ടെന്ന് ഞാൻ ബൈബിൾ എടുത്തു, ഇങ്ങനെ വായിക്കാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വൈകുന്നേരം വായിച്ച ഉടനെ സഭാപ്രസംഗിയാണ് കിട്ടിയത്. ഇവിടെ മരുന്ന് വയ്ക്കും സഭാപ്രസംഗി. നിങ്ങളെ റെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. ഹൗ ടു എൻ്റർ ഇൻ ദ റെസ്റ്റ്. അതിന് 9-ാം അധ്യായത്തിന് 7 മുതൽ വാക്യം വായിച്ചു. നീ എന്തോ സന്തോഷത്തോടുകൂടി എന്തോ ചെയ്യണം? അപ്പം തിന്നണം. പിന്നെ ഇനി എന്തോ ചെയ്യണം? ആനന്ദ എഴുതോണം, താണ്ടി അടിച്ച് ജീവിച്ചോണം. പിന്നെ അടുത്ത് എനിക്ക് വളരെ ഇഷ്ടമായി. കർത്താവ് എന്റെ പ്രവൃത്തി നിനക്ക് സന്തോഷമായി. ഇനി ഞാൻ എന്തോ ചെയ്യണം? നല്ലത് അപ്പം തിരണം, നല്ല തള്ളി അടിക്കണം അല്ലേ? പിന്നെ അടുത്ത് ഇനി ഞാൻ എന്തോ ചെയ്യണം? അമ്മേ അപ്പൊ ഞാൻ വെള്ള വസ്ത്രം, വെള്ള പാന്റ്, വെള്ള ഷർട്ട്, വെള്ള ബെൽറ്റ്, വെള്ള ഷൂ എല്ലാം വാങ്ങിച്ചിട്ടു. നിങ്ങളത് ചെയ്യും. ഓക്കെ, വാങ്ങിച്ചിട്ടു. എന്നിട്ട് അടുത്ത് അതുപോലെ എണ്ണ വരാനും തുടങ്ങി. തല എണ്ണ പരടി, ഏതൊക്കെ എണ്ണ പരടി കുളിക്കാനും തുടങ്ങി. പറയുന്നതോ. പിന്നെ അടുത്തത് ഇനി എന്തോ കർത്താവ് പോയി സൂചിക്കാൻ പറഞ്ഞ ഇനി ഞാൻ എന്തോ ചെയ്യണം? ഇനി എന്തോ ചെയ്യണം? ഇനി ജോലി കളഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം. നിങ്ങളൊക്കെ പോകുമ്പോ ഇതാ എന്റെ പരിപാടി. കർത്താവ് പറഞ്ഞു പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യണം? ഇനി പ്രമാണങ്ങളൊന്നും ആലോചന വഹിക്കണ്ട. കർത്താവ് പറഞ്ഞു പോകാൻ പറഞ്ഞാൽ ഞാൻ പോകുക തന്നെ. ദൈവത്തിലെ ഇതാ ഞാൻ ചെയ്യുന്ന പരിപാടി. കർത്താവ് എന്ത് പറയുന്നോ അതനുസരിക്കുക. Then I get into the rest. ഞാൻ വീട്ടിൽ ചെന്നെ അമ്മ ചോദിച്ചു, നീ എന്തെങ്കിലും പോകുന്നത്? അമ്മ ബൈബിൾ വായിച്ചിട്ടില്ലയോ? ബൈബിളിലുള്ള മായയായിട്ടുള്ള കാലമൊക്കെ എന്റെ ഭാര്യയോടുകൂടെ ജീവിക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ മരുഭൂമി കിടക്കാനെന്ന് എന്നെ വിളിച്ചേക്കുന്നത്. ദൈവത്തിലെ അന്ന് മുതൽ വചനം വിശ്വസിക്കാൻ പഠിച്ചു. നമ്മൾ അധികം ബന്ധുക്കോസുകാരാണ് ദൈവത്തിലാണ് പഠിക്കുന്നത്. ഈ ബന്ധുക്കോസ് സ്റ്റൈലൊക്കെ കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്റെ ദൈവത്തിന്റെ പൈതലാണ് പറഞ്ഞത്. എന്റെ പിതാവ് പറഞ്ഞത് ഞാൻ അതുപോലെ അനുസരിക്കും. അവിടെ നിനക്ക് റെസ്റ്റുണ്ട്, അവിടെ നിനക്ക് സമാധാനമുണ്ട്. ഇസ്രായേൽ മക്കൾക്കെല്ലാം പറ്റിയതെന്നറിയാമോ? ഞങ്ങളെ ഇത്രയും കാലം കൊണ്ടുവന്നതും മരുഭൂമി കൂടെ നടത്തിയതും ഈ അപ്പം തന്നതും ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അന്ന് നീ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ എടാ എന്നെ കൊണ്ടുവന്നവൻ, ഞാൻ കഷ്ടത്തിലായിരുന്നു, ഞാൻ പാപിയായിരുന്നു. എന്നെ കൊണ്ടുവന്ന ദൈവം ആരാണെന്ന് നമ്മൾ നല്ലവണ്ണം അറിഞ്ഞല്ലേ നിങ്ങളെല്ലാം ദൈവഭാഗത്ത് വന്നവരെ. അതെ, അപ്പൊ ഇനി ആ ദൈവത്തെ സംശയിക്കേണ്ടി വല്ല കാര്യമുണ്ടോ? അവൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ പോരാ.
കർത്താവിന്റെ ദാസൻ ഇന്ന് പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഞാൻ കൃഷി വിവരത്തെ കുറിച്ച് ഈ വേര് പോകുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം കൃഷി ചെയ്താലും ചട്ടിച്ചാക്കായിരുന്നു. അതായത് കാര്യം ഇപ്പൊ കർത്താവ് പല മനസ്സിലായത് എന്തുകൊണ്ടാ ഞാൻ വളം തരാൻ തോന്നുന്നു. ദൈവവചനം കേട്ടാൽ നമ്മുടെ ഈ ലോക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ആക്കണം. കർത്താവ് വരെ പറയാൻ നമ്മൾ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുത്താനായിട്ട് വേറെ രൂപാന്തരപ്പെടുത്താനായിട്ട് നടക്കും. ഭയങ്കര സ്മാർട്ടാണ് നമ്മൾ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്താൻ. ഈ രൂപാന്തരപ്പെടാൻ ഞാൻ പെർഫെക്റ്റ് ആക്കണം. മക്കളെ, നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നോക്കാതെ ഞാൻ കർത്താവെ നിന്റെ വചനം എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കുവാൻ തയ്യാറാണ്. കർത്താവ് പറഞ്ഞതെന്നറിയോ? എനിക്ക് അനുകൂലമല്ലാത്തവനെല്ലാം, കർത്താവ് പറയാതെ ചെയ്യാത്തവനെല്ലാം, കർത്താവ് പറഞ്ഞ് ഈ മലയോട് നീ എനിക്ക് പോകാൻ പറഞ്ഞ നീ പറഞ്ഞില്ല കർത്താവിനെ കൊണ്ട് നീക്കാൻ ഇരുന്നാൽ കർത്താവിന് പ്രതികൂലമാണോ അനുകൂലമാണോ? നിങ്ങൾ തീരുമാനിച്ചോട്ടെ. കർത്താവ് പറഞ്ഞ് നീ പോയി രോഗികളെ സൗഖ്യമാക്കാൻ പറഞ്ഞാൽ നമ്മുടെ ജോലി എന്തോ യുവദാസനെ എന്തോ നമ്മുടെ ജോലി സൗഖ്യമാക്കുക. എന്നിട്ട് നമ്മൾ ആരോടാ പറയുന്നത്? അപ്പൊ നമുക്ക് അനുകൂലമാകും, കർത്താവിന് അനുകൂലമാകുന്ന പ്രതികൂലമാണ്. നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ ഇവിടെ ഞാൻ വന്ന് നിങ്ങളെ കറയ്ക്കണോ ഒന്നും പറയാൻ നിൽക്കില്ല. ദൈവമക്കളെ, നമ്മൾ റെസ്റ്റിൽ കയറാൻ പഠിക്കണം. Enter into the rest. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇനിയും നിങ്ങൾക്ക് കൂടുതലായി കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്റെ കാർഡ് തരാം. യൂട്യൂബിൽ ചെന്നാൽ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം വന്നവർക്കെല്ലാം DVD എടുത്തോണ്ട് പോകാൻ പറ്റി. ഇന്ന് വന്നവർക്ക് ഇനി കിട്ടാൻ വഴിയില്ല. കാരണം എന്താ പറയുക, മറ്റുള്ളവരെല്ലാം എടുത്തോടാൻ പറ്റി. അതുപോലെ അച്ഛനോട് ഒരു ദൂത് വിളിച്ച് പറയട്ടെ, അച്ഛൻ ഞായറാഴ്ച വരാനായിട്ട് വരുന്നുണ്ട്. ഈ ശത്രു എന്തിനാ പിൻവലിക്കുന്നതെന്നറിയാമോ? അത് പിൻവലിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ചത്തെ കാത്തിരിക്കരുത്. തിങ്കളാഴ്ച വരെ പ്രാർത്ഥിക്കാതെ നാളെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോളൂ. അവിടെ വീട്ടിൽ 2 ദിവസം പ്രാർത്ഥന വെക്കണം സ്ഥിരമായിട്ട്. ഞാൻ ഇത് പ്രാർത്ഥിച്ചിട്ട് വിടുതലെടുക്കണം. ഇനി ശത്രുവിന്റെ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. കർത്താവിന്റെ ദാസൻ ആ ഭവനത്തിൽ പ്രാർത്ഥന വെക്ക്. എന്നാലും നോക്ക്, ശത്രുവല്ല അവന്റെ ആര് വന്നു പറയാനും അവന്റെ ഭാവം മുഴുവൻ ഇറങ്ങി വന്നാലും പിടിച്ചു കിട്ടാൻ പറ്റുന്നില്ല. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ ഇങ്ങനെ ഭയങ്കര ഒരു നീര്. എന്റെ ഭാര്യ പറഞ്ഞു വെയിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഞാൻ ദിവസവും വെയിൽ കൊണ്ട് കൃഷിക്ക് മുഴുവൻ 1 മണിക്കൂർ വെള്ളം അടിക്കുന്നത്. എന്നോടാണ് പറയുന്നത് വെയിൽ കൊണ്ടിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ വിശാസിനിവിടെ എന്റെ ഇളകിരിക്കണം. എന്റെ ഇളക്ക് വന്നിരിക്കുക. വേറെ ഒരു സ്ഥലം കിട്ടാനില്ല. എവിടെ വന്നിരിക്കുന്നത് ചെള്ളക്ക്. മക്കളെ, നിങ്ങൾ ഒരു വിശാസിനെ നിങ്ങളുടെ ജീവിതത്തിൽ കയറ്റി വിടുന്നത്. നിങ്ങൾ ദൈവത്തിൽ യേശുവിന്റെ നാമത്തിൽ മുഴങ്ങാൻ, യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെ മുഴങ്ങാൻ തുടങ്ങും പറഞ്ഞേ? സ്വർഗത്തിലുള്ളത് ആളുകളെ ദൈവത്തിന്റെ മുന്നിലാണോ യേശുവിന്റെ നാമത്തിലാണോ? ഉറക്കെ പറ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ പറയാൻ പോകാത്തെന്താ? വിശ്വാസിയായിട്ടാണോ അവിശ്വാസിയായിട്ടാണോ? പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ മുഴങ്ങാൻ നടക്കുമെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. ഇത് പഴയ നിയമം മുതൽ യെശയ്യാ മുതൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ യേശു എല്ലാം പറയണ യേശുവിന്റെ നാമത്തിൽ മുഴങ്ങാൻ നടക്കും. എല്ലാം മുഴങ്ങാൻ നടക്കും. ഏത് രോഗവും മുഴങ്ങാൻ നടക്കും. യേശു കർത്താവ് നേരിട്ട് പറയും. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഒന്ന് എഴുന്നേറ്റ് 2 മുഖം നോക്കിന്നാണ് ഓരോരുത്തര് മുഖാമുഖം നോക്കിന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. മുഖാമുഖം വേറൊരാൾ മുഖത്തോട് നോക്കി കരക്കോർത്ത് വിളിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മുഖാമുഖം നോക്കിയാണ് അന്ന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുഖാമുഖം നോക്കിന്നാണ് സ്വർഗത്തിനെ കൊമിക്കുന്ന ആളുകളെ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാണ്. അടുത്തിരിക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കാണ്. രോഗസൗഖ്യമുണ്ടാകട്ടെ. സഭയ്ക്ക് വിടുതലുണ്ടാകട്ടെ. ജനം സ്നാനപ്പെടട്ടെ. ജനം കടന്നു വരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എന്റെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എന്നെ അടുത്ത് നിൽക്കുന്ന എന്റെ സഹോദരൻ കുടുംബത്തിൽ വെളിപ്പെട്ടു വരട്ടെ.
കർത്താവിന്റെ നാമത്തിൽ ആമേൻ. സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ട ആവശ്യകത കർത്താവ് തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാൽ പലപ്പോഴും അതിന് വിമുഖത, അതിന് പോരായ്മ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് മാറ്റിയെടുക്കേണ്ട ആവശ്യകത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 2 ദിവസമായി കർത്താവദാസൻ വളരെ ശക്തമായിട്ട് ദൈവരാജ്യത്തെപ്പറ്റി, ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട വിധത്തെപ്പറ്റിയും വളരെ വിശദമായി നമ്മോട് സംസാരിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. എന്നാൽ രാവിലെ ചില മിനിറ്റ് സംസാരിച്ചുള്ളെങ്കിലും കർത്താവദാസനെ കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിന്റെ മേശയാണ്. അതിൽ പങ്കുകൊള്ളുമ്പോൾ കർത്താവേ നീ ഞങ്ങൾ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നതിനെ സ്തുതിക്കുന്നു. അതിനാവശ്യം തന്നെ കടന്നു നിന്നെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങൾ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, വിവിധ ശുശ്രൂഷകളിലൂടെ നടന്നു, വചനത്തിലൂടെ ഞങ്ങൾ കേട്ടു. എല്ലാം നിനക്ക് അനുഗ്രഹമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. നിന്റെ നാമം മഹത്വീകരിക്കാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആദ്യ പിതാക്കന്മാർ നിന്നെ സത്യത്തിൽ വാഴ്ത്താൻ ആരാധിക്കാൻ കടന്നു. അപ്പം തുറക്കുന്നതിന് പ്രാധാന്യതയായിരുന്നു. ആ പ്രകാരം ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കി ശുശ്രൂഷിപ്പാൻ, അനുഭവിപ്പാൻ, ക്ഷീണമോ രോഗമോ മരണമോ ഉണ്ടാകാതെ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ ശുശ്രൂഷയെ മാനിക്കണമേ. ഇത് പങ്കുകൊള്ളുന്ന എല്ലാവരെയും സഹായിക്കണമേ, കൊണ്ടുകൊണ്ടിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.